ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഫെമിനൈൻ എനർജി തൻ്റെ ഡി എമ്മിനെ, അതായത് തൻ്റെ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. മേ ബി നന്നായിട്ട് ഹീലായി കഴിയുമ്പോൾ പലപ്പോഴും ഫെമിനൈൻ എനർജി ഫിസിക്കലി ഒരു ചേസിങ് സ്റ്റോപ്പ് ചെയ്യുക, അതായത് ഒരു കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജി ഒക്കെയും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അവർ അവരുടെ കാര്യങ്ങളിലേക്ക്, അതായത് ആ ഒരു സെൽഫ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് ഫോക്കസ് ചെയ്യുമെങ്കിലും പലപ്പോഴും മെൻ്റലി ചേസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി, അതായത് അത് ഒരു ലൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ലൂപ്പിലേക്ക് വരാറുണ്ട് ഫെമിനൈൻ എനർജി. അപ്പോൾ മെൻ്റലി ചേസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ പാസ്റ്റ് മെമ്മറീസിലേക്ക് കോൺസ്റ്റൻ്റ്ലി പോവുക. ഒരിക്കലും നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ മറന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മറക്കാൻ ശ്രമിക്കാണ്ട് അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് കൊടുത്തുകൊണ്ട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ പാസ്റ്റ് മെമ്മറീസിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോവുക. അതായത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചേസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയനെ തന്നെ ആയിരിക്കും. അതായത് യൂണിയൻ നടക്കുമോ ഇല്ലയോ, ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, യൂണിയൻ എപ്പോൾ നടക്കും എന്നൊക്കെയുള്ള പല പല ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഫ്യൂച്ചറിലുള്ള ഒരു ലൈഫിനെ നമ്മൾ ഫാൻറ്റസൈസ് ചെയ്യുമ്പോൾ, അതായത് അതിനെ വിഷ്വലൈസ് കോൺസ്റ്റൻ്റ്ലി ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ചേസിങ് എനർജിയിലാണ്. അതല്ലാതെ മേ ബി ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ പോലും ഒരു വൺനെസ്സിൻ്റെ എനർജിയിൽ ഇരിക്കാതെ, അല്ലെങ്കിൽ ആ വൺനെസ്സിൻ്റെ എനർജിയിലാണെങ്കിൽ പോലും ട്വിൻ ഫ്ലെയിമിൻ്റെ പ്രസൻറ്റ് മൊമെൻറ്റിൽ അവരെന്താണ് ചെയ്യുന്നത്, അതായത് അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ എനർജി നമ്മളിൽ നിന്നും ആ അതർ ഹാഫിലേക്ക് ഫ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അത് അഗെയിൻ ചേസിങ് എനർജിയാണ്, പുൾ ആൻഡ് പുഷ് ഡൈനമിക്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർ റീസൺ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോർ റീസൺ ഷാഡോ സെൽഫിൽ കിടക്കുന്നത് സെൽഫ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ സെൽഫ് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? അവേക്കനിങ്ങിന് മുമ്പ് നമ്മൾ ഗോ ത്രൂ ആയ ലൈഫിൽ നമ്മൾ എത്രത്തോളം ഒരു ഓവർ ഗിവിങ്ങിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഇന്നർ വോയിസിനെ കേൾക്കാതെ നമ്മളുടെ എനർജി കൊടുത്തിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നമ്മളുടെ എനർജീനെ പിൻവലിക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ഹീൽ ചെയ്തുകൊണ്ട് ആ ലെസൺസിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് മിറർ എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഈ സെൽഫ് അബാൻഡ്മെൻറ്റ് ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ അതാണോ എന്നെ ചേസിങ് എനർജിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് മിറർ എക്സസൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.